എല്ലാവർക്കും വാക്യമായി വായിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. സാം 1. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാവിയുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ആകയാൽ ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിലും പാപികൾ നീതിമാന്മാരുടെ സഭയിലും നിവർന്നു നിൽക്കയില്ല. അവസാന വാക്യം ചേർന്ന് വായിക്കാം. യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ നാശകരം തന്നെ. ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവർക്കും ഇരിക്കാം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ വെള്ളിയാഴ്ച പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മാസത്തിൻ്റെ ഓഗസ്റ്റ് മാസത്തിന് 1-ാം തീയതി ഒരുമിച്ച് വിശുദ്ധ ഗണങ്ങളോട് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ ഞങ്ങൾക്കും കുടുംബമായി ഇടയായിത്തീർന്ന ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ വിസിറ്റിംഗ് പാസ്റ്റർ, ഷെനു പാസ്റ്റർ കുടുംബം, എല്ലാ ദൈവമക്കളെയും ഈ കൂട്ടായ്മയിൽ സ്വാഗതം ചെയ്യുന്നു. വിശേഷാൽ വന്നിരിക്കുന്ന പ്രിയ സ്മിത സഹോദരിയുടെ സിസ്റ്റർ മക്കൾ രണ്ടുപേരെയും സ്വാഗതം ചെയ്യാണ്. കാണുന്നതിൽ വളരെ സന്തോഷം. നാം പ്രതീക്ഷിക്കാത്ത നിലയിലാണ് ദൈവം നമ്മെ നടത്തുന്നത്. പ്രിയ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമായി പ്രാർത്ഥിക്കാം. കൂടാതെ തന്നെ റാണി സഹോദരിയും നമ്മുടെ മധ്യയിൽ ഇരിക്കുന്നതിൽ വളരെ സന്തോഷം. ആദ്യമായിട്ടാണ് കടന്നു വന്നിരിക്കുന്നത്. പ്രിയ സഹോദരിയെ നേരിൽ കഴിഞ്ഞ ഒരു ദിവസം കാണുവാൻ ഇടയായിത്തീരുന്നു. നിങ്ങളുടെ കുടുംബമായി ബന്ധമുണ്ട്. കൂടുതലായിട്ട് നമ്മുടെ പ്രിയ സഹോദരിയും റാണി സഹോദരനുമായിട്ട് വളരെ ബന്ധമുള്ളതാണ്. സ്തോത്രം. അങ്ങനെ ക്രിസ്തുവിൽ നാം ദൈവ മക്കളാണ്. തമ്മിൽ ഭാരങ്ങൾ ചുമക്കുന്നവരാണ്. അതുപോലെ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ സന്നിധിയിൽ സങ്കീർത്തനമായി നിൽക്കുവാൻ സ്വർഗസ്വനായ ദൈവം എന്നെയും ഇടയാക്കിയത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ സങ്കീർത്തനം 1-2 കാര്യങ്ങൾ മാത്രം ആലോചന പറഞ്ഞിട്ട് ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ ഞാൻ ശരണപ്പെടുകയാണ്. നമ്മുടെ മധ്യയിലെ വിസിറ്റിംഗ് പാസ്റ്ററുണ്ടല്ലോ, സ്തോത്രം. കടന്നു വന്നിരിക്കുന്ന എല്ലാവരും ദൈവ സാന്നിധ്യത്തിൻ്റെ മറവിലായിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ സഭയെ കാന്തന് വേണ്ടിയുള്ളതായ യോഗ്യതയുള്ള ഒരു സഭയെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് എങ്ങനെ യേശു കർത്താവ് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ഈ ഭൂമിയിൽ ഇറങ്ങി വന്നുവോ, അതുപോലെ തന്നെ പരിശുദ്ധാത്മാവും തൻ്റെ സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ നമ്മെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ തക്കവണ്ണം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു നമ്മുടെ ഉള്ളിൽ വസിക്കുകയാണ്. അതിൻ്റെതായ പ്രാധാന്യം നമുക്ക് കൊടുക്കണം. ദൈവത്തിന് എത്രമാത്രം മഹത്വം കൊടുക്കുന്നോ അതുപോലെ പുത്രനും കൊടുക്കണം, പരിശുദ്ധാത്മാവിനും കൊടുക്കണം. നാം ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ ആരാധിക്കുകയാണ്, ദൈവപ്രവൃത്തി വെളിപ്പെടും. നമ്മുടെ സഭയിലെ പലരും പല രോഗികളായിരിക്കുന്നു. ഈ നാളുകളിൽ രോഗികളെല്ലാം സൗഖ്യമാക്കുന്നതായ നാളുകളാണ്. ദൈവത്തോട് അടുക്കുന്തോറും അവൻ്റെ വാഗ്ദത്വം നമുക്കുണ്ട്. സങ്കീർത്തനത്തിൽ ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് ഞാൻ മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. 1-ാം സങ്കീർത്തനം 6 വാക്യങ്ങളെ ഉള്ളതായ സങ്കീർത്തനമാണ്. അതിൻ്റെ ടൈറ്റിലൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. സങ്കീർത്തനക്കാരൻ ദാവീദായിരിക്കാം, ഇസ്രാവായിരിക്കാം, അല്ലെങ്കിൽ സലോമോനായിരിക്കാം. 6 രേഖപ്പെടുത്തിയിട്ടില്ല. രേഖപ്പെടുത്താത്ത പക്ഷത്തിൽ നമുക്ക് ആകലെ ചിന്തകളൊന്നും വേണ്ട. ഏതായാലും അതിൻ്റെ സബ്ജക്റ്റ് മാറ്റർ എന്താണെന്ന് മാത്രം നാം മനസ്സിലാക്കിയാൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുവാൻ ഇടയായിത്തീരും. ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം വരുമ്പോഴൊക്കെയും ഒരു ആത്മാവിൽ ദരിദ്രരായി നാം കടന്നു വരയണം.
സമ്പന്നരായി വന്നാൽ അവരെ വെറുതെ അയക്കുമെന്നാണ് നാം വായിക്കുന്നുണ്ട്. വിശപ്പുള്ളവരെ നന്മ കൊണ്ട് തൃപ്തി വരുത്തുകയും സമ്പന്നന്മാരെ അവൻ വെറുതെ അയച്ചു കളയുകയും ചെയ്യുന്നു എന്ന് ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ വായിക്കുന്നു. അങ്ങനെ നാം സമ്പന്നരായി വന്നാൽ കൊടുക്കുവാൻ ഒന്നുമില്ല. ദൈവത്തിന് തരാൻ ഉണ്ടെങ്കിലും തരാൻ പറ്റത്തില്ല. ദാരിദ്ര്യാവസ്ഥയോട് കർത്താവേ, ഈ സങ്കീർത്തനം പല പ്രാവശ്യം ഞാൻ കേട്ടിട്ടുള്ളതാണ്. എന്നാൽ ഇന്ന് ഞാൻ ഇരിക്കുന്നതായ അവസ്ഥയിൽ എന്നോട് സംസാരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥനപൂർവ്വം ദൈവസന്നിധിയിലായിരിക്കുകയാണെങ്കിൽ തീർച്ചയായും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതിൻ്റെ 1ഉം 2ഉം വാക്യങ്ങളിൽ നാം വായിക്കുന്നത് ഒരു ഭാഗ്യവാനെ കുറിച്ചാണ് നാം കാണുക. ഭാഗ്യവാൻ്റെ സവിശേഷതകൾ, 2 സവിശേഷതകൾ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ബ്ലെസ്സഡ് മാൻ അവിടെ നാം കാണുകയാണ്. 3-ാം വാക്യത്തിൽ നാം കാണുന്നത് ഈ ഭാഗ്യവാൻ ഏതിനോട് തുല്യമായിരിക്കുന്നു എന്നുള്ള കാര്യം. 4 മുതൽ 6 വരെയുള്ളതായ വാക്യങ്ങൾ ദുഷ്ടൻ്റെയും പാവിയുടെയും നിലനിൽപ്പും അവസാനം സ്റ്റാൻഡ് ആൻഡ് ദെയർ എൻഡ് എങ്ങനെ ചുരുക്കത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. ഭാഗ്യവാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇംഗ്ലീഷിൽ നാം വായിക്കുന്നു ബ്ലെസ്സഡ് ഈസ് ദ മാൻ. അപ്പോൾ ഭാഗ്യവാൻ എന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കപ്പെട്ടവൻ, ആശീർവദിക്കപ്പെട്ടവൻ എന്നാണ് പേര്. നമ്മുടെ നാട്ടിലൊക്കെയും പല പേര് വയ്ക്കാറുണ്ടല്ലേ. ഭാഗ്യം, ഭാഗ്യനാഥൻ, ഭാഗ്യവതി, ഭാഗ്യലക്ഷ്മി, ജ്ഞാനഭാഗ്യം എന്നെല്ലാം ഒരുപാട് പേര് വയ്ക്കാറുണ്ട്. എന്നാൽ ഇവിടുത്തെ ഭാഗ്യവാൻ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മിൽ പലരും പറയാറുണ്ട്, അവനാണോ നല്ല ഭാഗ്യവാനാണ്. കാരണം എന്താ? അവൻ്റെ മക്കളെല്ലാം ഗൾഫിലാണ്, ദുബൈയിലാണ്, എൻ്റെ മക്കളെല്ലാം സ്റ്റേറ്റ്സിലാണ്. അതുകൊണ്ട് അവൻ്റെ നാട്ടിൽ നല്ല വീടുണ്ട്, കാറുണ്ട്, സ്ഥലങ്ങളുണ്ട്, ഇഷ്ടംപോലെ കാശുണ്ട്, അവന് ഒരു കുറവുമില്ല കേട്ടോ, അവൻ ഭാഗ്യവാനാണ് എന്ന് നാം പറയാറുണ്ട് അല്ലേ. അപ്പോൾ ഈ ലോകത്തിൽ സമ്പത്തുള്ളവരെയാണ് ഭാഗ്യവാൻ എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ മക്കളുടെ കാഴ്ചപ്പാടിൽ ഒരു തിരുത്തലുണ്ടാകണം, നമ്മുടെ ചിന്തയിലൊക്കെ മാറ്റമുണ്ടാകണം. ടാറ്റ, ബിർള, അംബാനി മുതലായ വലിയ വലിയ ആൾക്കാരൊക്കെയും സമ്പന്നന്മാരാണ്, പക്ഷേ ഭാഗ്യവാന്മാരല്ല. ഞാനും നിങ്ങളുമാണ് ഭാഗ്യവാന്മാർ, ഭാഗ്യവതി. അത് എങ്ങനെ അറിയാം? ദൈവത്തിൻ്റെ വചനമാണ് നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മിപ്പോഴും വായിക്കുന്നതായ ഒരു ഭാഗമാണ് എഫേസ്യ ലേഖനം 2-ാം അധ്യായം 7-ാം വാക്യം. എഫേസ്യ ലേഖനം 2:7 വായിക്കാം. ക്രിസ്തു യേശുവുക്കുൾ നമ്മை അവരോടുകൂടെ എഴുപ്പി ഉന്നതങ്ങളിലെ അവരോടുകൂടെ ഉட்காரവും ചെയ്ത. ക്രിസ്തു യേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. We have been seated on the highly heavenly places. The President of India, the Prime Minister of India is not seated on the heavenly places. Remember, even the President of United States, the high officials, ലോകത്തെ മുഴുവനും ഭരിക്കുന്ന ഭരണകർത്താക്കൾ, they are not seated on heavenly places. അവര് ഈ ഭൂമിയിലായിരിക്കുന്നു. ആ വ്യത്യാസം നാം എപ്പോഴും അറിഞ്ഞിരിക്കണം. ഇത് മാത്രമല്ല, അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായം 17-ാം വാക്യം ഒന്ന് വായിക്കാം. 16-ന്റെ-17-ാം വാക്യം.
ഒരു വെളിച്ചപ്പാടത്തി പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇവിടെ നാം വായിക്കുന്നത്. അവൾ പൗലോസിൻ്റെയും ഞങ്ങളുടെയും പിന്നാലെ വന്ന്, ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവരെന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോൾ രക്ഷാമാർഗം അറിയിക്കുന്ന പൗലോസ് മാത്രമല്ല, ഞാൻ നിങ്ങളും അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ. വി ആർ ദ servants of most high God. Can you realize it? നാം നമ്മെ തന്നെ തരം താഴ്ത്തി അണ്ടർ എസ്റ്റിമേറ്റ് അവർ സെൽസ്. നമ്മുടെ വിളി, തിരഞ്ഞെടുപ്പ് ഒന്ന് നോക്കണം. ശ്രേഷ്ഠമായ വിളിയാണ്. ഈ ലോകത്തിൽ നാം ദരിദ്രരായിരിക്കാം, നമുക്ക് വീടില്ലാതിരിക്കാം, വാടക വീട്ടിലായിരിക്കാം, വണ്ടി ഇല്ലാതിരിക്കാം, സ്ഥലങ്ങളൊന്നും ഇല്ലാതിരിക്കാം, തലച്ചായ്ക്കുവാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞ ഗുരുവാണ് എൻ്റെയും നിങ്ങളുടെ ഗുരു. പക്ഷെ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നാം ഭാഗ്യവാന്മാരാണ്. ഇതുകൂടാതെ ഒത്തിരി കാര്യം പറഞ്ഞിട്ടുണ്ട്. ആരൊക്കെയാണ് ഭാഗ്യവാന്മാരെന്ന് 32-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടം ഇല്ലാത്തവൻ മനുഷ്യൻ ഭാഗ്യവാൻ. നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. യഹോവയിൽ ആശ്രയിക്കും, യഹോവ തന്നെ ആശ്രയമായിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഒന്നാം പുനരുത്ഥാനത്തിന് പങ്കുള്ളവൻ ഭാഗ്യവാൻ. ഈ വചനത്തെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവനും പ്രമാണിക്കുന്നവനും ഭാഗ്യവാന്മാർ. ഇതിൽ ഒന്നും സമ്പന്നന്മാർ ഭാഗ്യവാൻ എന്ന് പറഞ്ഞിട്ടില്ല. I am not against riches and the highly esteemed people. ബട്ട് ദൈവത്തിൻ്റെ വചനം അങ്ങനെ പറഞ്ഞിട്ടില്ല. രക്ഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ മക്കൾ ഭൂമിയിൽ വിശുദ്ധന്മാർ, ഇവരെല്ലാം ദൈവത്തിന് മുൻപായി ശ്രേഷ്ഠന്മാരും ഭാഗ്യവാന്മാരാണ്. അത് നാം അറിഞ്ഞിരിക്കണം. അതാണ് ഇവിടെ സങ്കീർത്തനത്തിൽ നമുക്ക് 1-2 വാക്യങ്ങൾ കാണുന്ന ഭാഗ്യവാൻ, അനുഗ്രഹിക്കപ്പെട്ടവൻ്റെ പറഞ്ഞല്ലോ 2 സവിശേഷത, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ബ്ലെസ്സഡ് മാൻ, 2 പண்பുകൾ. അതിൽ ഒന്ന്, ഡിറ്റാച്ച്ഡ് ഫ്രം ദ വേൾഡ് ആൻഡ് അറ്റാച്ച്ഡ് ടു ദ വേർഡ് ഓഫ് ഗോഡ്. ഒരു ദൈവത്തിൻ്റെ പൈതൽ അങ്ങനെയാണ് ജീവിക്കണം. ഏകദേശം 3000 വർഷങ്ങൾക്ക് മുമ്പായി സങ്കീർത്തനക്കാരൻ വേരുപാടിൻ്റെ സന്ദേശം സങ്കീർത്തനത്തിൽ കൂടി നമുക്ക് തന്നിരിക്കുകയാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ദൈവത്തിൻ്റെ പ്രമാണങ്ങളും ദൈവത്തിൻ്റെ ആത്മാവും അകത്ത് കൊടുക്കാത്ത ഒരു കാലഘട്ടത്തിൽ അവർ വേരുപാടിൻ്റെ സന്ദേശം അയച്ചെങ്കിൽ, ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ പകർന്ന്, ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ നമ്മുടെ ഉള്ളിൽ പകർന്ന്, വേരുപാടിൻ്റെ സുവിശേഷം ഉപദേശം പറഞ്ഞാൽ പോലും വേർപെടാൻ മനസ്സില്ലാതെ ഇരിക്കുന്നതായ കൂട്ടരാണ് നാം കാണുന്നത്. എന്നാൽ ഹി ഡിറ്റാച്ച്ഡ് ഫ്രം ദിസ് പീപ്പിൾ, ദുഷ്ടന്മാർ, പാവികൾ, പരിഹാസികൾ. നമ്മെ പരിഹസിക്കുന്ന കൂട്ടരുണ്ടല്ലേ? ഉപദേശത്തെ, ദൈവത്തെ, പ്രമാണങ്ങളെ അനുസരിക്കാതെ നമ്മെ പരിഹസിക്കുന്ന അനേകരുണ്ട് നമ്മെ ചുറ്റും. എക്കാലത്തും അവരുണ്ട്, എല്ലാ സ്ഥലത്തും അവരുണ്ട്. നമ്മുടെ കുടുംബങ്ങളിലുണ്ട്, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തുണ്ട്, എല്ലാ സ്ഥലത്തും അവരുണ്ട്. ബട്ട് അവരെ വിട്ട് we cannot escape from them, but we should not be influenced by their character and their thoughts and ideas. We have to keep ourselves away. അങ്ങനെയാണ് ദൈവം ഇസ്രായേലിനെ തെരഞ്ഞെടുക്കുമ്പോൾ, എൻ്റെ ജനമായിരിക്കേണ്ടതിന് ഞാൻ അവരെ മറ്റ് ജനങ്ങളിൽ ഞാൻ വേർതിരിച്ചിരിക്കുകയാണെന്ന് ലേവ്യ പുസ്തകം 20:26 വായിക്കുന്നു. വായിക്കേണ്ട. ഇതുപോലെ തന്നെ ദൈവം നമ്മെ ഒരു ഹോലി നേഷനായി, വിശുദ്ധ വംശമായി, ജാതിയായി നമ്മെ വേർതിരിച്ചിരിക്കുകയാണ് ലോകത്തിൽ നിന്ന്. അപ്പോൾ അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി നമുക്കുണ്ടാകണം. അങ്ങനെ പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്.
രണ്ടാമത്തെ സവിശേഷതയാണ് ദൈവവചനത്തിൽ സന്തോഷിക്കുകയും ദൈവവചനം രാപ്പകൽ ധ്യാനിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ. ദൈവത്തിൻ്റെ വചനത്തിൽ സന്തോഷിക്കാറുണ്ടോ? ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ പരമപ്രധാനപ്പെട്ട വിഷയമാണ്. രക്ഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ മക്കൾ ദൈവത്തിൻ്റെ വചനം രാപ്പകൽ ധ്യാനിക്കണം, അതിൽ സന്തോഷിക്കണം. സത്യമാണ്, നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യം നോക്കിയാൽ നമുക്ക് സന്തോഷിക്കുവാൻ വകയില്ല. പോരാട്ടങ്ങളും പ്രയാസങ്ങളും ഒന്നിന്മീതെ ഒന്നായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അലകൾ ഒന്നും ഓയത്തില്ല. പക്ഷേ ദൈവത്തിൻ്റെ മക്കൾക്ക് എന്ത് തരുമെന്ന് വെച്ചാൽ സമാധാനം. 119 സങ്കീർത്തനം 165 വാക്യം ഒന്ന് വായിക്കാം. 119 165 വാക്യം. ഉമ്മത് വേദത്തെ നേസിക്കുന്നവർക്ക് മികുന്ന സമാധാനമുണ്ട്, അവർക്ക് ഇടറലില്ലേ എന്ന് പറഞ്ഞാൽ, നമുക്ക് വരുന്ന പ്രശ്നം അങ്ങനെ തന്നെ ആയിരിക്കും. ചിലപ്പോൾ മാറിയെന്ന് വരാം, ചിലപ്പോൾ മാറത്തില്ല. പോരാട്ടം അങ്ങനെ തന്നെ ആയിരിക്കും, പ്രശ്നം അങ്ങനെ തന്നെ ആയിരിക്കും, മാറത്തില്ല. പക്ഷേ ദൈവം പറയാണ്, ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകും. നമ്മുടെ ഉള്ളിൽ സമാധാനം അനുഭവിക്കുന്നുണ്ടോ? പ്രശ്നങ്ങൾ പലതുണ്ട്. നമ്മുടെ വീട്ടിൽ, ജോലിയിൽ, സമൂഹത്തിൽ, എല്ലാം, നമ്മുടെ ശരീരത്തിൽ. 165 മനുഷ്യൻപതർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കാരണം വാക്യങ്ങൾ പറയുന്നവരും പെട്ടെന്ന് എടുത്ത് ഇതിൽ സ്ക്രീനിലിടുന്നത് എല്ലാവർക്കും അതൊരു അനുഗ്രഹം തന്നെയാണ്. നിന്റെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട്, അവർക്ക് വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ല എന്ന് പറഞ്ഞാൽ, സമാധാനം ഉള്ളിൽ വന്നാൽ പ്രശ്നം അവിടെ നിൽക്കട്ടെ, നാം ആരെയും പരാതി പറയത്തില്ല, ആരോടും പരാതി പറയാൻ പോകത്തില്ല, ആരെയും പഴിക്കത്തില്ല. ഹൃദയത്തിൽ സമാധാനം ദൈവം തരുമ്പോൾ ഒരു മർമറിങ് ഉണ്ടാകില്ല, ഇടർച്ചയ്ക്ക് വഴിയില്ല, അവിടെ ഇടറുതൽ ഉണ്ടാവതില്ലേ. കർത്തരുടെ പിള്ളികൾ അറിയ വേണ്ടത്, കർത്തർ ഒരു മികുന്ന സമാധാനം, സാധാരണ സമാധാനമല്ലേ. അവർക്ക് தெரியும் சாதாரண சமாதானம் கொடுத்தா நின்றுக்கிட மாட்டான் விசுவாசத்தில். பிரச்சனை பெருசாக இருக்குது, ஒவ்வொருத்தருக்கும் ஒவ்வொரு பிரச்சனை, சைஸ் டிஃப்ரெண்ட், டிகிரி ஆஃப் ப்ராப்ளம்ஸ் ஆர் டிஃப்ரெண்ட். பட் கர்த்தாവ് പറയാണ്, மிகுந்த சமாதானத்தை உங்களுக்கு தருவேன். எப்படிப்பட்ட சமாதானம்? கடல் இളകിയാലും படகில் உறங்கக்கூடியதான இயேசுவின் சமாதானம். நினச்சி பாருங்க, அந்த படகு ஆடுது, முங்க போகுது, சீஷர்கள் எல்லாம் பிரவேசத்தில் மனக்கலக்கத்தில் இருக்கிறாங்க, ஐயோன்னு விழிக்கிறாங்க. இயேசு நிம்மதியாக வராங்க. அது எப்படி முடியும்? நடிச்சாரா? இல்லை. அந்த சமாதானம் தான் நமக்கு தருகிறார். உலகத்தில் மிகுந்த சமாதானம் அவருக்கு நமக்கு தருகிறார். எல்லா ஸ்தலத்தும் பிரச்சனை தான். ஆனால் துன்மார்க்கன் என்ன செய்திருமா? அவனுக்கு சமாதானம் இல்லைன்னு இருக்கு. துன்மார்க்கன் ஏதாவது ஒரு திடீர்னு ஒரு முடிவு எடுத்துடுறான். கர்த்தருடைய பிள்ளைங்க அப்படி அல்ல. நாம் கர்த்தருடைய சன்னிதானத்தில் காத்திருப்போம், அவருடைய சமாதானம் நமக்குள்ளால வரும், மிகுந்த சமாதானம். அப்போ அது கண்டிஷன் என்னன்னா, நாம் கர்த்தருடைய வேதத்தில் பிரியமா இருக்கணும். இங்கே ஒரு கமாண்டும் உண்டு, ப்ராமிஸும் உண்டு. அதான் வசனத்தில் നമുക്ക് കാണக்கூடிയത്. കമാൻഡ്മെന്റ് ആൻഡ് ദ പ്രോമിസ്. കർത്തരുടെ വേദത്തിൽ പ്രിയമായി ഇരിക്കണോ. സന്തോഷം, തമിഴിൽ വായിക്കുന്നത് പ്രിയം, മലയാളത്തിൽ വായിക്കുന്നത് സന്തോഷം. ഇതുവരെ സന്തോഷം ഇല്ലെങ്കിൽ ആ സന്തോഷം പ്രാപിക്കണം. അത് പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം, ദൈവം തരുന്ന മഹാസന്തോഷം പ്രാപിക്കണം. സോ ഒരു ദൈവത്തിൻ്റെ പൈതൽ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ
ദൈവത്തിൻ്റെ വചനം വായിക്കണം, അത് ധ്യാനിക്കണം. വായിക്കുന്നത് രാപ്പകൽ വായിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അവ ജോലിയിൽ പോകണം, മറ്റു കാര്യങ്ങളെല്ലാം നോക്കണം. പക്ഷേ ഒരു ദിവസം പ്രഭാതത്തിൽ ഒരു ചാപ്റ്റർ വായിക്കുകയാണെങ്കിൽ അത് അയവിറക്കണം. അത് വി ഹാവ് ടു മെഡിറ്റേറ്റ് ഇറ്റ്, വി ഹാവ് ടു റീഡ് ഇറ്റ്. അതാ കേൾക്കേണ്ടത്. ഇപ്പോൾ ധ്യാനിക്കുന്നത് പിന്നീട് ചോദിക്കാം. ഇപ്പോൾ ദൈവത്തിനെ വായിക്കുന്നുണ്ടോ എന്ന് ചോദിക്കണം. കാരണം പലർക്കും രക്ഷിക്കപ്പെട്ട സമയത്തുള്ളതായ പ്രിയമും വീര്യമും ഇല്ല. ഇപ്പോൾ പലരും ഭയം മാറേണ്ടതിനാ, ആശ്വാസത്തിന് വേണ്ടി മാത്രം ബൈബിൾ വായിക്കുന്നത്. ബൈബിൾ വായിക്കാൻ ബോറടിക്കുക. ബൈബിൾ വായിക്കണം. ഉറക്കം വന്നോട്ടെ, എഴുന്നേറ്റ് പോയി കണ്ണൊക്കെ കഴുകിയിട്ട് വന്ന് ബൈബിൾ വായിക്കുക. അത് ജീവനാണ്, അത് ശക്തിയാണ്. വി ഹാവ് ടു റീഡ് ദ ബൈബിൾ, വി ഹാവ് ടു മെഡിറ്റേറ്റ് ദ വേർഡ് ഓഫ് ഗാഡ്, വി ഹാവ് ടു ഈറ്റ് ദ വേർഡ് ഓഫ് ഗാഡ്. For what? To live, to get the strength, to grow in the Lord. We have to eat the word of God. മനുഷ്യൻ അപ്പത്തിനാലെ മാത്രമല്ല, അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എവറി വേർഡ്. അണ്ടർസ്റ്റാൻഡ് ദിസ്. ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ പാഴായി വരത്തില്ല. എവറി വേർഡ് ദാറ്റ് പ്രൊസീഡ് ഫ്രം ദ മൗത്ത് ഓഫ് അവർ ഗാഡ്. നാം ജീവിക്കും. നാം പിഴയ്ക്കണമെങ്കിൽ, നാം ജീവിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം ഭക്ഷിക്കണം. വേറെ ഒരു ഓപ്ഷനുമില്ല ദൈവത്തിൻ്റെ മക്കൾക്ക്. ആ ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്. അത് നമ്മോട് സംസാരിക്കുന്നതാണ്. അതൊരു കണ്ണാടിയാണ്. അതിൽ കൂടി ദൈവത്തെ കാണുവാൻ സാധിക്കും, കർത്താവിനെ കാണുവാൻ സാധിക്കും, നിത്യതയെ കാണുവാൻ സാധിക്കും. ഏതൊരു മനുഷ്യൻ്റെ സംശയത്തിനും മറുപടി തിരുവചനത്തിലുണ്ട്. ലോകമുണ്ടാകുന്നത്, അതിൻ്റെ അവസാനം, മനുഷ്യനുണ്ടായത്, അവൻ്റെ അവസാനം, കുടുംബജീവിതം, സകലതും ദൈവത്തിൻ്റെ വചനത്തിലുണ്ട്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒറ്റ ഒരു ബുക്കാണ്. ഇത് വായിച്ച് നാം ജീവൻ പ്രാപിക്കണം. മടുത്തു പോകരുത്. ശത്രു പല നിലകളിലും അതിലൊന്നും നമ്മെ മാറ്റിക്കളയും, നിരുത്സാഹപ്പെടുത്തും. എനിക്ക് സമയമില്ലല്ലോ, ശരീരം ക്ഷീണമായിരിക്കുന്നു, കുഴപ്പമില്ല, കിടന്നോന്നോ. കുഴപ്പമില്ല, ദൈവവചനം പുള്ളിൽ ക്രിയ ചെയ്യട്ടെ, ധ്യാനിക്കണം. കണ്ണാടി പോലെ ഉള്ളതാണ്, എല്ലാം കാണാം. പക്ഷേ ഈ തിരുവചനം നമ്മുടെ ഉള്ളിൽ കയറ്റണം. അങ്ങനെയാണ് എബ്രായ ലേഖനം 8-ാം അധ്യായം 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. എബ്രായ ലേഖനം 8:10. அந்த நாட்களுக்கு பின்பு ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു. എങ്ങനെ? ഞാൻ എൻ്റെ ന്യായപ്രമാണം അവിടെ ഉള്ളിലാക്കി, അവിടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും. നോക്ക്, മോശയ്ക്ക് ദൈവം കൊടുത്ത പ്രമാണം കല്ലിലാണ്, 2 ടാബ്ലറ്റ്സിലാണ്. അത് നോക്കിയാണ് അവർ ജീവിച്ചത്, അതിന് പ്രകാരം ജീവിച്ചു. പക്ഷെ അത് പോരാ. കാരണം പാപത്തെ ജയിക്കുവാനും ഒരു ജയജീവിതം ചെയ്യുവാൻ കഴിയാത്തത് കൊണ്ട് പുതിയ ഒരു പ്രമാണം ദൈവം എനിക്ക് നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. പുറത്തുള്ളതെ അകത്താക്കി, നമ്മുടെ ചിന്തയിലും നമ്മുടെ ഹൃദയത്തിലും. എന്തിനു വേണ്ടിയെന്ന് അറിയാമോ? ടു റിന്യൂ അവർ മൈൻഡ്. റോമാലേഖനം 12:2 വാക്യത്തിൽ വായിക്കുന്നു. എല്ലാം വായിക്കാനുള്ള സമയമില്ല. 12:2. അപ്പോൾ ദൈവഹിതം മതി, സമയം മുമ്പോട്ട് പോകുന്നതുകൊണ്ടാണ്. ദൈവഹിതം തിരിച്ചറിയണമെങ്കിൽ മനസ്സ് പുതുക്കണം. ഈ
വചനങ്ങളൊക്കെയും വാക്യങ്ങളൊക്കെയും പ്രമാണമൊക്കെയും നമ്മുടെ മനസ്സിൽ വെച്ചിട്ടുണ്ട് രൂപാന്തരത്തിന് വേണ്ടി. ഈ മനസ്സിലാണ് ആദ്യം പാപം വന്നത്, തോട്ട്സിലാണ് അല്ലേ? അതാണ് യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകം 14:14 നാം കാണുന്നത്. ലൂസിഫർ, നമുക്കറിയാം, അതിൽ ഞാൻ കിടക്കുന്നില്ല. ആദ്യത്തെ പാവം വന്നത് തോട്ട്സിലാണ്, മനസ്സിലാണ്. നമ്മൾ മനുഷ്യരോട് എന്തെങ്കിലും നാം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്ഷമ ചോദിക്കും. നമ്മുടെ മനസ്സിൽ പാവം ചെയ്താൽ ആരോടാണ് ക്ഷമ ചോദിക്കുന്നത്? റിന്യൂവൽ ഓഫ് അവർ മൈൻഡ് ഈസ് നെസസറി നൗ. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 4:16 വായിക്കുന്നുണ്ട്, ഉള്ളാന മനുഷ്യൻ, ഇന്നർ മാൻ ഷുഡ് ബി റിന്യൂഡ്. സോ നമ്മുടെ മൈൻഡ് ഷുഡ് ബി റിന്യൂഡ്, അവർ ഇന്നർ മാൻ ഷുഡ് ബി റിന്യൂഡ്. ഫോർ ദാറ്റ് പർപ്പസ് ഓൺലി ഗോഡ് ഹാസ് ഗിവൻ ഹിസ് ലോ ഓഫ് സ്പിരിറ്റ് ഇൻ ടു അവർ മൈൻഡ് ആൻഡ് ഹാർട്ട്. വായിക്കാം 2 കൊരിന്ത്യർ 4:16. So we have to be renewed. Our inner man should be renewed and our mind should be renewed. അതിനു വേണ്ടിയിട്ടാണ് ഇത് തന്നിരിക്കുന്നത്. നമുക്ക് തിരുവചനം വായിക്കുമ്പോൾ പലരും പല മോട്ടീവിലാണ് വായിക്കുന്നത്. അത് പഠിക്കാൻ വേണ്ടി സ്റ്റഡി മെറ്റീരിയലായിട്ട് വായിക്കുന്നു. യു ക്യാൻ ഗെറ്റ് ദ ലോട്ട് ഓഫ് ഇൻഫർമേഷൻസ്, ഹിസ്റ്ററി, സ്റ്റോറി, പ്രോമിസ് ആൻഡ് മെനി പേഴ്സണാലിറ്റീസ് and revelation, everything you can get it. You can read one by one. You can get a lot of information so that you can increase your knowledge. What for? God doesn't like that. അതോട് സ്റ്റോപ്പ് ചെയ്യാനല്ല. നോളജ് മാത്രം വാങ്ങിയിട്ട് തൃപ്തരായിട്ട് വചനം എനിക്കറിയാം, ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെ എനിക്കറിയാം എന്ന് പറയാനല്ല. അത് പർപ്പസ്, ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ എന്തിനു വേണ്ടി ഈ വേർഡ് ഓഫ് ഗോഡ് നമുക്ക് തന്നു വെച്ചാൽ, യേശുവിനെ പോലെ ടു ബിക്കം ലൈക്ക് ജീസസ്. അതിന് വേണ്ടിയിട്ടാണ് തന്നത്, അതിനു വേണ്ടിയാണ് നമ്മൾ വായിക്കുന്നത്. ദ അൾട്ടിമേറ്റ് പർപ്പസ് ഈസ് ഫോർ ദാറ്റ്, ടു ബിക്കം ലൈക്ക് ജീസസ് ക്രൈസ്റ്റ്. ഹിസ് ഹ്യൂമിലിറ്റി, യുവർ പ്യൂരിറ്റി ഓർ ഹോളിനെസ് ഇൻ ലവ്. അണ്ടർസ്റ്റാൻഡ് ദിസ്, ഹ്യൂമിലിറ്റി, ഹിസ് ഹോളിനെസ് ആൻഡ് ദ ലവ്. ഇത് ഹിസ് നേച്ചർ, വി ഹാവ് ടു കൺഫോം ടു ഹിസ് നേച്ചർ. അതിനു വേണ്ടിയിട്ടാണ് വി ഹാവ് ദ മൈൻഡ് ഷുഡ് ബി റിന്യൂഡ് ആൻഡ് ദ ഇന്നർ മാൻ ഷുഡ് ബി റിന്യൂഡ്. സോ ഇത് എല്ലായിടങ്ങളിലും പ്രസംഗിക്കപ്പെടുന്നുണ്ടോ? നാം കേൾക്കുന്നുണ്ടോ? എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ വേറൊരു സ്റ്റേജിലേക്ക് കൊണ്ടുപോകാൻ തക്കവണ്ണമടിയായിത്തീരട്ടെ. ദൈവത്തിൻ്റെ വചനം അത് ജീവനുള്ളത്. മരുഭൂമിയിൽ കർത്താവ് തന്നെ പറഞ്ഞു യഹൂദന്മാരോട്, മരുഭൂമിയിൽ നിന്റെ പിതാക്കന്മാരൊക്കെയും ഭക്ഷിച്ചു സ്വർഗത്തിൽ നിന്ന്, വാനത്തിലിരുന്ന് മന്നാவை புசித்தார்கள், അവർ മരിத்தார்கள். യോവാൻ 6:48 58 അതെക്കുറിച്ച് വാസിக்கிறோம். ജീവ അപ്പം നാനേ. 58 வாசிக்கிறோம், வானத்திலிருந்து நீங்கள் அந்த அப்பத்தை புசித்தீர்கள், பிதாக்கள் புசித்தார்கள், ஆனால் வனாந்தரத்திலே அழிக்கப்பட்டார்கள். ஆனால் கர்த்தருடைய வசனம் ஜீவனுள்ளது, என்றென்றைக்கும் பழித்திருக்கும்படியாக இந்த அப்பத்தை புசியுங்கள். இயேசு சொன்ன வசனம் 63 வாசிக்கலாம். അപ്പോൾ the word of God is spirit and life. അത് നമ്മോട് സംസാരിക്കുന്നതാണ്, നമ്മെ ചെത്തി വെടിപ്പാക്കുന്നതാണ്. ഈസ് കൺവേർട്ടിങ് സോൾ. മലയാളത്തിൽ വായിക്കുന്നു പ്രാണനെ തണുപ്പിക്കുന്നു, ഇംഗ്ലീഷിൽ വായിക്കുന്നു കൺവേർട്ടിങ് സോൾ, തമിഴിൽ വായിക്കുന്നു ആത്മാവൈ ഉയിർപ്പിക്കുന്നത്. 19 സങ്കീർത്തനത്തിലെ 7 വാക്യത്തിൽ ചൊല്ലുന്നത്. സോ the word of God is spirit and life. In the life, word of God നമ്മുടെ ഉള്ളിൽ வந்துட்டு அந்த ஸ்பிரிட், நமக்குள்ளாலே ஒரு ஸ்பிரிட் இருக்கு. கர்த்தர் முதலா நம்ம சிருஷ்டிச்சப்போ வந்த ஸ்பிரிட்,
அண்ட் த ஹோலி ஸ்பிரிட். இந்த 3 ஒன்றா சேர்ந்துன்னா ஒரே ஸ்பிரிட் ஆயிரும். அதான் 1 கொரிந்தியர் 6ஆம் அதிகாரம் 17ஆம் வசனத்தில் சொல்கிறது. 1 கொரிந்தியர் 6ஆம் அதிகாரம் 17ஆம் வசனம். കർത്താവിനോട് പറ്റിച്ചേർന്നവൻ, ദൈവവചനമായി പറ്റിച്ചേർന്നവൻ ഏകാത്മാവാകുന്നു. We will become one spirit. That's why we are sitting on the highly places, heavenly places. We are not, our spirit is there. We are there, but our body is here. This is a working place. That is our home. But we are not literally there. Understand? We are in the kingdom. God is in you. You are here. You are seated with Jesus in Jesus Christ. That's why we are reading on the verse 3. മൂന്നാം വാക്യത്തിൽ വായിക്കുന്നു, അവൻ ആറ്റരികെ നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. എന്തുകൊണ്ട്? He is seated on the heavenly places. He doesn't bother about anything what is happening in the world. He will take care of all the things in this on this earth. നിങ്ങളുടെയും എൻ്റെയും കാര്യങ്ങൾ അവൻ ഏറ്റെടുത്തിരിക്കുകയാണ് ചെയ്യുവാൻ. നാം ഭാരപ്പെടേണ്ട ആവശ്യമില്ല, கவலைப்பட வேண்டிய தேவையில்லை, முறுமுறுக்க வேண்டிய தேவையில்லை, ஒரு கம்ப்ளைண்ட்டும் பராதியும் சொல்ல வேண்டிய தேவையில்லை. காரணம் நம்ம ஹெவன்ல இருக்கிறோம், கர்த்தரோடு கூட இருக்கிறோம், தேவனுடைய ராஜ்யத்தில் இருக்கிறோம். அதனால ஒன்றை குறித்து கவலைப்பட வேண்டிய தேவையில்லை. இலை வாடாத்தது போல ஒரு கவலை இல்லாமல் சந்தோஷமா பலம் புறப்படுவிக்கிறதான விருட்சம். லவ், பீஸ், ஜாய், இதான் கிங்டம் ஆஃப் காட்ல உள்ளதான நேச்சர். நாம் கிங்டம் ஆஃப் காட்ல இருக்கிறோமா, கிங்டம் ஆஃப் டார்க்னஸ்ல இருக்கோமா என்கிறத டிஸ்டிங்விஷ் பண்ணக்கூடியதான ஒரு சமயம். ஸோ கர்த்தருடைய சமூகத்தில் ஒப்பு கொடுப்போம். Surrender ourselves in the hands of God. Lord, I want to not only read the word of God, I want to meditate day and night. Is it possible? Yes, it is possible. പൗലോസ് പറഞ്ഞു, ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ എന്ന്. തെസ്സലോനിക്ക സഭയ്ക്കും പറഞ്ഞു, കൊലോസ്യ സഭയ്ക്കും പറഞ്ഞു, ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞാൽ പറ്റാത്ത ഒരു കാര്യമാണ്, സാധിക്കാത്ത ഒരു കാര്യമാണോ നമുക്ക് ഉപദേശമായി തന്നത്? ഇല്ല. ഇടപെടാതെ നമുക്ക് പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയും. സമയം ഒന്ന് പറയുന്നില്ല, എത്ര മണിക്കൂർ പ്രാർത്ഥിക്കണം, ഇന്ന സമയം പ്രാർത്ഥിക്കണമെന്നല്ല. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്, ദൈവത്തിൻ്റെ പ്രമാണം നമ്മുടെ ഉള്ളിലുണ്ട്. അത് നമ്മെ ഗൈഡ് ചെയ്യും, ഇൻസ്പയർ ചെയ്യും. ഇൻസ്പിറേഷൻ അകത്തുനിന്ന് വരും. ഇപ്പോൾ പ്രാർത്ഥിക്കുക, ഇപ്പോൾ ബൈബിൾ വായിക്കുക. നീ പറഞ്ഞത് തെറ്റായിപ്പോയി, നിൻ്റെ കണ്ണ് വേറെ എവിടെയോ നോക്കുന്നു, നിൻ്റെ ചിന്ത എവിടെയെല്ലാം ഇറങ്ങുന്നു എന്നെല്ലാം every minute the Holy Spirit directs us, because the law of spirit is inside. So take the decision, Lord, today onwards I am going to read thy word, will meditate day and night to refresh my mind, to renew my mind, and to strengthen and renew my inner man. കർത്താവ് ഈ വചനങ്ങൾ നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളെ ഓർത്തും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു.